ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. എന്നിട്ട് ഇതേ ആ ഒരാഴ്ചയിലത്തെ ആ 3 ദിവസം പോയതിനുള്ള ഒതുക്കലും പെറുക്കലൊക്കെ ഇതേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഈ മാസങ്ങളോളം വീടൊക്കെ പൂട്ടിച്ച് പോകുന്നവരുടെ ഒരവസ്ഥ തിരിച്ച് വരുമ്പോൾ എന്തോരം കാര്യങ്ങൾ തിരിച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളത് കേട്ടോ. അങ്ങനെ ദേ നേരം വെളുത്തു, നല്ല ചൂടാട്ടോ ഇവിടെ. കുട്ടികളൊക്കെ ദേ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങിയാലും ചൂട്, അകത്ത് കയറിയാലും ചൂട്. കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്ക് വാശി പിടിക്കും. കാരണം അവർക്ക് അങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഡിവൈൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മറ്റേ ഉഴുന്നൊക്കെ നിങ്ങൾ ഇന്നലെ ഇട്ടത് കണ്ടില്ലേ. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനൊരു അളന്നിട്ടുള്ളൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ അരിയൊക്കെ ഇട്ട് ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കിയിട്ട് ദോശ വിട്ടു പോരുന്നില്ല. എന്താണാവോയെന്ന് വിചാരിച്ച് ഞാൻ സാധാരണ ഇടാറുള്ളതാണ്. എന്താണെന്ന് അറിയാണ്ട് കുറേ ആലോചിച്ച് പിടിച്ച് വന്ന് ഞാൻ പച്ചരി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള അരി ബിരിയാണി അരി ആയിരുന്നു. അതാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ അരിയൊക്കെ തെറ്റിയിട്ടാൽ ഇതുപോലെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ തെറ്റിയിട്ട് അറിഞ്ഞുകൊണ്ട് ഇട്ടതല്ല കേട്ടോ, തെറ്റിയിട്ടതാണ് ബിരിയാണിയുടെ അരി. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും പറ്റിയ ഓരോ അബദ്ധങ്ങൾ ഇടയ്ക്കുക. എനിക്കിത് ഇഡ്ഡലിയിൽ കഴിഞ്ഞ ആഴ്ച പറ്റിയതാട്ടോ, പുതിയ അബദ്ധം. അങ്ങനെ ദേ അപ്പയും മോനും ഇറങ്ങി. തോമൂനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അപ്പം പാച്ചു നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പം വണ്ടി കയറ്റിയിട്ട് ഗേറ്റ് വരെ കൊണ്ടുവന്നിറക്കി. അപ്പോൾ ഡിവൈനാണ് ഗേറ്റ് തുറക്കാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഇറക്കി കഴിഞ്ഞാൽ ഡിവൈൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂല്ലോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും പിന്നെ ഇന്നലത്തെ സാമ്പാർ വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലേക്ക് ഇഡ്ഡലിക്ക്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കണക്കൂട്ടി വെക്കുമ്പോൾ നമുക്കത് സുഖമാണല്ലോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ രാവിലെ ഡോണും മോനും കൂടി പോയി. ഇപ്പോൾ ചാക്കോച്ചൻ്റെ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ സ്ഥലമാണ് കേട്ടോ ഈ ഡൈനിങ് ടേബിളിൻ്റെ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ചെയറിലാണ് ഞാൻ സ്ഥിരം ഇരിക്കുക. ഓപ്പോസിറ്റ് ഡാഡിയും ഇരിക്കും. അപ്പോൾ ഇവർ പോയതിന് ശേഷമാണ് ഞാനും ഡാഡിയും ഫുഡ് കഴിക്കാതിരുന്നത്. ഡിമ്പിൾ എനിക്ക് തോന്നുന്നു കിച്ചണിലിരുന്ന് കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഡിവൈനും ഡോണും ഒന്നിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളിതേ സാമ്പാറും ചമ്മന്തിയും കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഇന്ന് രസം അതല്ല, 2 തേങ്ങ പൊളിച്ചിട്ടും രണ്ടും അതെ കെട്ട മണമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. 2 തേങ്ങയും കേടായിപ്പോയിട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ചൂടുകൊണ്ട് കുറേ ദോഷം ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ തണ്ണിമത്തങ്ങ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ആ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയിൽ ആ ഇത് ചെയ്തതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് എടുത്തപ്പോൾ അതിൻ്റെ നടുഭാഗം മൊത്തം ചൂടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടുകാലം വരുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ രാവിലെ വെച്ച ചോറൊക്കെ ഉച്ചയാകുമ്പോഴേക്കും നീറും. അതുപോലെ കറികളൊക്കെ പതഞ്ഞ് പൊന്തും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് വേനൽക്കാലത്ത്. അപ്പം നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഭക്ഷണ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കേടാവുക ഈ ഉഷ്ണകാലത്താണ്. തിരിച്ചും ഒരു കാര്യമുണ്ട്, നമുക്ക് സവോള ഇപ്പോൾ വില കുറവാണ്. പിന്നെ വില കുറവുള്ള സാധനങ്ങളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കാനും എടുക്കാനൊക്കെ ഏറ്റവും പറ്റിയ സമയമാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ അപ്പാപ്പനും മോനും കൂടി പോവുകയാണ് കേട്ടോ. അപ്പാപ്പനും മോനും എന്തെന്നാ പറയുക, നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര സെറ്റാണ്. അപ്പോൾ അങ്ങനെ അവർ പോവാണ്. പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പാപ്പൻ പറഞ്ഞത് കുട്ടിക്ക് ചൂടുണ്ട്, വെയിലുണ്ട്. കാരണം മുമ്പ് വെയിലുണ്ടായാലും കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറവ് വഴിയുള്ളൂ. അപ്പോൾ അത്ര ഫീൽ ചെയ്തിട്ടില്ല ഡാഡിക്ക്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ ഇനി 2 വീലർമേ ഉള്ള പോക്ക് നിർത്താം. അതായത് പോകുമ്പോൾ കുഴപ്പമില്ല, വരുമ്പോൾ ഡാഡി ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ ആ വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് കാറിലാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അമ്മയും മോനും കൂടി പോയി. അപ്പോൾ അതോടുകൂടി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞാൻ അകത്ത് കയറി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇഡ്ഡലി ബാക്കിയുണ്ട്. അപ്പോൾ ഡിവൈൻ ഇഡ്ഡലി കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി എടുത്ത ചപ്പാത്തിയിലത്തെ ബാക്കിയുണ്ട്. അപ്പോൾ ഡിമ്പിൾ ചപ്പാത്തി കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനും ഡാഡി ഒരേ പിടി ചോറുണ്ട്. അപ്പോൾ കുറേ പേര് പറയാം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാതും സൈഡ് മാത്രമല്ലേ ആൻറ്റി കാണിക്കണുള്ളൂ, മൊത്തത്തിൽ ഫ്രണ്ട് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് എല്ലാം മുഖം പറമ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ 2 വശത്തെ ജനലേമലത്തെ മണി പ്ലാന്റ് ഒരുമിച്ച് കാണാനാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഞാൻ അങ്ങനെ കാണിക്കാറില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അത് ഇവിടേക്ക് ഒതുക്കി വന്നപ്പോഴേക്കും ഇവർ തിരിച്ചെത്തി.
അപ്പോൾ എൻ്റെ റോസ് പെറ്റൽസ് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വേഗം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറയുക. കാറ് കൊണ്ടുപോയിപ്പോൾ ഡാഡി. ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് വരുമ്പോൾ കാറിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അപ്പാപ്പൻ കാറും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല ചൂടാണ്. ആ ചൂട് ഒന്ന് കുട്ടി ഫ്രണ്ടിലല്ലേ നിൽക്കുക, ചൂടടിച്ചിട്ട് ഇനി വല്ല പനിയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടുവന്നു. അതുപോലെ തോമൂനും അതെ 2 വീലർമയാണ് കൊണ്ടുവരിക. തോമു എന്ന് പറഞ്ഞാൽ അത്രയില്ല, ഇവൻ പോണതിൻ്റെ പകുതി, അതായത് എത്ര ദൂരം എന്നാ പറയുക, വളരെ തൊട്ടടുത്താണ് കേട്ടോ. ഞാൻ മുമ്പ് കണ്ടിട്ടില്ലേ നടന്നു പോണത് അമ്മയും മോനും കൂടിയിട്ട്, അപ്പോൾ അത്രയും തൊട്ടടുത്ത്. അതുകൊണ്ട് അവനെ പാപ്പ ഇപ്പോഴും 2 വീലർമ തന്നെ കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ അമ്മയും മോനും കൂടി വന്നു. അപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അന്നാന്ന് പറയും കേട്ടോ. 2 സെഷനിൽ ഇരിക്കണതിൻ്റെയും വിവരങ്ങൾ അന്നാന്ന് പറയും. അപ്പോൾ ചില ദിവസം പറയും ഗുഡ് ബോയ് ആയിരുന്നു, ചില ദിവസം പറയും റെസ്റ്റ്ലെസ് ആയിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഫുൾ തിന്നിരുന്നു. ഇപ്പം മൂപ്പർക്ക് തിന്നാനല്ല കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും മറ്റേ വാട്ടർമെലൺ ഞാൻ പറഞ്ഞില്ലേ തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഇതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ആ നടുക്കുള്ള പോർഷൻ കളഞ്ഞിട്ട് ബാക്കി ജ്യൂസ് അടിച്ച് 2 ഗ്ലാസ്സിലാക്കിയിട്ട് ഞാനും ഡാഡിയും ഡിമ്പിളും ഇങ്ങനത്തെ ഒന്നും തൊടില്ല കേട്ടോ. കുറച്ച് പാച്ചുവിനും കൊടുത്തു. പക്ഷേ പാച്ചുവും കുടിക്കാൻ കൂട്ടാക്കിയില്ല. അവനങ്ങനെ ജ്യൂസിനോടൊന്നും വലിയ ഇഷ്ടമല്ല, അമ്മയുടെ അതേ പ്രകൃതിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചത്തെ ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല, എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സാരികളുടെ കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിംപിൾ എനിക്ക് അയച്ചു തന്നത് ആ സാരിയുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇത് കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ ഞാനായിട്ട് പ്രോത്സാഹിപ്പിക്കണ്ടേ. ഡിവൈനും ഡിംപിളും അവർ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഞാനായിട്ട് ഇതുവരെ സാരിയുടെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് പൊന്നു അവരുടെ ഇതിലിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. എനിക്കിതിങ്ങനെ വലിയ രീതിയിൽ കാണിക്കാനായിട്ട് അറിയില്ല. ഞാൻ അറിയാത്ത കാര്യത്തിന് എവിടെയെങ്കിലും പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഉള്ളതും കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് സാരികൾ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എങ്ങനെയാ വെച്ചാൽ കുറേ അമ്മമാർ മക്കൾ പെൺകുട്ടികൾ ആൻറ്റിയെ മമ്മി എന്നൊക്കെ വിളിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് എന്നല്ല കേട്ടോ, മോൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളുടെ എന്താ പറയുക ഫാമിലീനെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ആൺകുട്ടികളും എൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കതെന്തോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സാരികളുടെ ഓരോ സെക്ഷൻ. സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം ആ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സാരി ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് സാരി കണ്ടപ്പോൾ ആ മോനെ ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരുന്നെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കാണാനില്ല എന്നല്ല, ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും സാരമില്ല, എനിക്കൊന്നും അതുകൊണ്ട് ഒരു വിഷമമില്ല കേട്ടോ. എനിക്ക് ആ കുട്ടികളോടൊക്കെ കുറച്ചും കൂടി സ്നേഹമുള്ളൂ. കാരണം നമുക്കിപ്പോഴും അത് വീണ്ടും പറയാൻ പറ്റുന്നത് അവരങ്ങനെ ഇടുന്നതുകൊണ്ടല്ലേ. ഇപ്പം അങ്ങനെ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു സാരി കേട്ടോ. ഈ പിങ്ക് എനിക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ സാരികളൊന്നും അത്രയും തോന്നില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര സോഫ്റ്റാണ് ഈ സാരി. ഈ പിങ്ക് ബേബി പിങ്കാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും ഒരു സിൽവർ വർക്ക് കൂടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മടക്കാൻ വലിയ പണിയാണ്. അപ്പോൾ അവർ മടക്കണ പോലെയൊന്നും നമുക്ക് മടക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പം അങ്ങനെ സാരികളും കാര്യങ്ങളും ഇത് ഇത്തിരി കട്ടി കൂടിയ ടൈപ്പാണ്. എന്നാൽ അതായത് മുമ്പത്തെ നമ്മളുടെ മന്ത്രകൂടികൾ ഉണ്ടായിരുന്നില്ലേ ഒരിത്തിരി, അതായത് വണ്ണം കുറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ടിഷ്യൂവിൻ്റെ ബ്ലൗസൊക്കെ ആയിട്ട് എല്ലാതും അതേ കേട്ടോ. 2 പേരുടെയും സെലക്ഷൻ ഞാൻ പറയും നല്ലതാണ് എന്ന് പറയും. ഡിംപിളിൻ്റെ ആയാലും ഡിവൈൻ്റെ ആയാലും അവർ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനും പറയും ഞാനും മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരുടെയും ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും ഒരു 5-5:30 ആയപ്പോഴേക്കും ഉള്ള നേരമാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര വെളിച്ചമാണ്, അതായത് വെയിലിങ്ങനെ പോണോ വേണ്ടേന്ന് വെച്ചിട്ട് നിൽക്കണോ അത്രയധികം നേരം ഉണ്ടാവും. എനിക്ക് തോന്നി ഇപ്പോൾ പകൽ ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഫുള്ള് നനച്ചു എന്ന് പറഞ്ഞാൽ മൊത്തം വീടിൻ്റെ ചുറ്റുമുള്ള ചെടികളും ഭൂമി അടക്കം ഞാൻ വെള്ളം ഒഴിച്ചിട്ടു. കാരണം അത്രയും തിളച്ചിട്ട് കിടക്കണ പോലെ എനിക്ക് തോന്നി. കാരണം ചുറ്റും സിമൻ്റ് ആണല്ലോ, ഒരു തുണ്ട് മണ്ണില്ല.
മുകളിൽ ഡ്രസ്സും. അപ്പം മൊത്തത്തിൽ ചൂടെടുക്കുക, ചൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഇന്നാൾ പൊന്നു പറയുണ്ടായിരുന്നു അങ്ങനെ നനച്ചപ്പോൾ റൂമിലേക്ക് ഒരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെടി നനയ്ക്കണം, അതോടുകൂടി അതങ്ങടെ നനയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. പട്ടിക്കൂടടക്കം ഞാൻ അങ്ങോട്ട് കഴുകി വെടുപ്പാക്കി, കാരണം അവർക്കും ഈ ചൂട് ബാധിക്കില്ലോ. അങ്ങനെ ദേ നമ്മുടെ തോമും പാച്ചും കൂടിയിട്ട് വണ്ടികൾ മൊത്തം എടുത്ത് പുറത്തിട്ടിട്ടുള്ള കളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കാർ പോർച്ച് ഒഴിവായപ്പോൾ അവർക്ക് കളിക്കാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും ഒക്കെ സൗകര്യമായി. ഇനി അതുപോലെ ഊഞ്ഞാൽ 2 ഊഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടിയതിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ കൊളുത്തും എന്നുള്ളത് അറിയാണ്ട് കിടന്ന് വിഷമിക്കുക. കുട്ടികൾക്ക് വെച്ചാൽ ഊഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, പക്ഷെ അത് കൊളുത്താൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അപ്പാപ്പനെയും മക്കളെയും എന്താ പറയുക മുറ്റത്ത് വിട്ടിട്ട് ഞാൻ ഇന്ന് നനയ്ക്കാൻ പോയ സമയത്ത് ഡിംപിള് നൂഡിൽസും ഡിവൈൻ പാസ്റ്റിയും കഴിച്ചു. ഞാനും ഡാഡിയും കൊത്തു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അതുണ്ടാക്കിയിട്ട് ഡോണിനൊരു പാത്രത്തിൽ മാറ്റി വെച്ചു, കാരണം ഒരു പൊറോട്ടയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആർക്കാർക്കും തികയില്ല. നൂഡിൽസ് ആയാലും കുഞ്ഞു പാക്കറ്റ്, പാസ്റ്റി ആയാലും കുഞ്ഞു പാക്കറ്റ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ. എന്നിട്ട് ഞാനും ഡാഡിയും കഴിച്ചിട്ട് ഡോണിനുള്ളത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഡിംപിള് എണ്ണയിട്ട് കുളിക്കാനുള്ള പുറപ്പാടാണ്. ഡിവൈന് പിന്നെ 2 കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ ചെയ്തോളാം രാത്രിയിലത്തെ കാര്യങ്ങൾ. പിന്നെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ കുറച്ച് തുടങ്ങി. സമയത്തിനൊരു പരിധി വെച്ച് തുടങ്ങി, കാരണം എൻ്റെ ആരോഗ്യം നോക്കണം. പിന്നെ ഞാൻ ഈ ഓൺലൈനിലിരിക്കുമ്പോൾ മെയിനായിട്ട് എൻ്റെ കുട്ടികൾ അത് കണ്ടിട്ട് കിടന്നില്ലേ ഇതുവരെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവർ പറയണത് എൻ്റെ നന്മയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അനുസരിക്കണ്ടേ. അപ്പോൾ അതാണ് മെയിൻ സംഭവം കേട്ടോ. 11-11:15 വരെയാണ് എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്, 11:30 മാക്സിമം. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറ് ആരും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ഡാഡി മാത്രം ഒരേ പിടി കഴിച്ചത്. അപ്പോൾ ഞാൻ ആ ചോറ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ മറ്റേ എന്താ കോളിഫ്ലവർ ഉണ്ടല്ലോ, തുണ്ട് കോളിഫ്ലവർ ഇന്നലത്തെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുട്ടയിട്ടിട്ട് തോരൻ പോലെ വെച്ചു. തോരനല്ല, മുട്ടയും ഇതും ഇട്ടിട്ട് വെച്ചു. പിന്നെ രസം വെച്ചു, നല്ല കുരുമുളക് രസം. എനിക്ക് വെക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് കൊള്ളാമെന്ന്. ഞാൻ ഈ ഓരോ റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുക. എനിക്കങ്ങനെ കാണാണ്ട് ഒന്നും ചെയ്യാൻ അറിയില്ല. ആ ചെയ്തതിൽ നല്ലതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചീര ഉപ്പേരി വെച്ചു, തോരനും വെച്ചു. ചീര നാളികേരം ഇട്ടിട്ട് മറ്റേ കോളിഫ്ലവർ മുട്ടയിട്ടിട്ട് രസം, പിന്നെ പപ്പടം വറുത്തു, കൊണ്ടാട്ടവും വറുത്തു. അപ്പോൾ കൊണ്ടാട്ടം നിങ്ങളായാലും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ ഡാഡിയോട് എപ്പോഴും പറയും വലിയ പാക്കറ്റ് കൊണ്ടാട്ടം വാങ്ങിക്കാണ്ടിരിക്കുക. അത് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പൊടിയും പൊട്ടും ഒക്കെ ഉണ്ടാവും. തിരിച്ച് നമ്മൾ കുഞ്ഞു കടകൾ, പച്ചക്കറി കടയിലൊക്കെ ഈ 10 രൂപയുടെ പാക്കറ്റുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അത് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണം കുറവാകും, പക്ഷേ ഉള്ളത് നല്ല എന്താ പറയുക തലയും വാലും ഉള്ളതെന്ന് പറയില്ലേ, അങ്ങനെയുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ പ്രാവശ്യം ഏതോ വലിയ ബ്രാൻഡിൻ്റെ സാധനം വാങ്ങിക്കൊടുത്തിട്ട് കംപ്ലീറ്റ് പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ, കുരു മുഴുവൻ പുറത്ത്. അപ്പോൾ നമുക്ക് കൊണ്ടാട്ടം അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അതേസമയം ഇങ്ങനെ മുഴുവനോടെ ആകുമ്പോൾ അത് നീളനെ വറുത്ത് അത് കടിച്ച് തിന്നുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം. ഞാൻ വെക്കുമ്പോൾ എപ്പോഴും കുറേശ്ശേ വെക്കുള്ളൂ, കാരണം ബാക്കി വരരുതെന്ന് വെച്ചിട്ട് കുട്ടികളെങ്ങനെ വെച്ചാലും കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചപ്പാത്തിയാണ്. കുട്ടികൾ 2 പേരും ചപ്പാത്തിയാണ് കഴിച്ചത്. ഞാനും ഡാഡിയും ഡോണുമാണ് ചോറുണ്ടത് കേട്ടോ. അപ്പോൾ വീണ്ടും ചോറ് നാളേക്ക് ബാക്കി. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് പതുക്കെ പട്ടിക്കൂട്ടിലേക്ക് പോയി അവർക്കുള്ള ഭക്ഷണം. അപ്പോൾ അവർക്ക് ഇറച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ 2 ദിവസമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ചോറ് ഞാൻ വാരി കൊടുക്കുക ചെയ്യണേ. അതുപോലെ പെഡിഗ്രി വെച്ച് കൊടുക്കുകയാണ്. അവർക്ക് ഒട്ടും ഇഷ്ടമില്ല പെഡിഗ്രി അങ്ങനെ കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അതും പാല് ഞാൻ റസ്ക് ഇട്ടിട്ട് പാലൊഴിച്ച് കൊടുക്കും, ഇളം ചൂടുവെള്ളത്തിൽ കൊടുക്കും. പിന്നെ കുട്ടികളുടെ പാലും കുപ്പി ബാക്കി വരുന്ന പാല് മുഴുവൻ ഞാൻ അതെടുത്തിട്ട് അതൊക്കെ കൂടി കൊടുത്തിട്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരെ നിർത്തുന്നത് കേട്ടോ. അങ്ങനെ ചോറ് വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 ആൾക്കും ഒരു വലിയൊരു പണിയാണ് എനിക്ക്. പക്ഷേ ഈ ചൂട്ടത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, മുകളിലെ ഡ്രസ്സാണ്, താഴെ മുഴുവൻ സിമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും ചൂട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ 4 പുറം. അപ്പം ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ കൂടും നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇവിടെ നല്ല തണവുണ്ടല്ലോ, കഴുകി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭൂമിക്കൊരു നിലത്തിനൊരു തണവുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ കമന്ന് കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അവർക്കും നമ്മുടെ പോലെ ചൂടൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യവും ഞാൻ വളരെ ഭംഗിയായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, അവരുടെ കാര്യം വേറെ ആരെക്കൊണ്ട് ഞാൻ ചെയ്യിക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാം കഴിഞ്ഞു. ഞാൻ മുട്ട ട്രേയിലാക്കി വെച്ചു, നമ്മുടെ സബോള ആക്കി വെച്ചു. ഇതിപ്പോൾ നമ്മുടെ മുട്ട ട്രേ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നാളെ കത്തിക്കുള്ളൂ. ഒരെണ്ണം തിരിച്ച് കൊടുത്താൽ എനിക്ക് തോന്നുന്നു 3 രൂപ അങ്ങോട്ട് കിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ
പോയി വരുമ്പോഴാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ ഇത് മനസ്സിൽ നിന്ന് വിട്ടുപോകും. അല്ലെ ബാർബിൾ കേക്ക് ഇന്ന് ഡിമ്പിളിനെ തിന്നണമെന്ന് ഒരു പൂതി തോന്നിയിട്ട് വാങ്ങിയതാണ്. എല്ലാവരും കൂടി അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങ 2 വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കെട്ടുപോവോ എന്തോന്ന് അറിയില്ല. അപ്പോൾ ഇതേ ഉണ്ടോ എൻ്റെ മക്കളുടെ പാത്രങ്ങൾ അങ്ങനെ ഇറച്ചിയൊക്കെ ഒഴിവായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ന് വരും എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞായറാഴ്ച ഇവരെ മാർക്കറ്റിൽ വിട്ടിട്ട് കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കാരണം നോയമ്പായ കാരണം ഇവിടെയൊക്കെ അങ്ങനെ കുറേ വെട്ടുന്നില്ല. അപ്പോൾ ദേ ഇവിടെ ദാഹം ഇപ്പോൾ ചൂടായ കാരണം വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാട്ടോ. വെള്ളം കുടിക്കില്ല. അപ്പോൾ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു നേരം മറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിറയാൻ പാടാണ്. 2 നേരമാണ് ഒഴിച്ചിരുന്നത്. ഇപ്പം ഞാൻ 3 നേരം ഒഴിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കാറാവുമ്പോഴേക്കും ഓക്കെ ആവുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ദേ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി അടുക്കളയിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് പറയും ഇപ്പോൾ ആൻറ്റിയുടെ പോലെ ഞങ്ങളും ചെയ്തു തുടങ്ങി, മറ്റേതൊക്കെ അവിടെ കിടന്നോട്ടെ നാളെയും വലിച്ചിടാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാറാ പതിവ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞേ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ സ്പൂൺ പറഞ്ഞ പോലെ എല്ലാവരും ചോദിച്ചു ഇത് എന്തിനാണെന്ന് 1-2 കുട്ടികൾ ചോദിച്ചു. പറയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലാണ് ഞാൻ കൈക്കല തുണി വയ്ക്കുക. അതായത് എന്താ നിങ്ങളുടെ അവിടെ പറയാമെന്ന് എനിക്കറിയില്ല. പാത്രങ്ങൾ തടത്തുണിക്ക് ഉള്ളത് വയ്ക്കുക. അത് എനിക്ക് ഒരിക്കലും ആവശ്യം വരാറില്ല. കാരണം ഇൻഡക്ഷനിൽ അങ്ങനെ ചൂടാവില്ലല്ലോ. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട് ഈ ഉപയോഗിച്ച സ്പൂണൊക്കെ അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ ചളിയാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ അവിടെ വയ്ക്കും. ഇപ്പോൾ സ്റ്റീലിലും വരുന്നുണ്ട് അത്. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ ഇളക്കിയിട്ട് ഈ സംഭവം അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പൂണേ കഴുകേണ്ടി വരുള്ളൂ. അതുപോലെ തടത്തുണി ആയാലും അങ്ങനെ വല്ലാണ്ട് അഴുക്കാവേ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളതെന്നും തിരുമ്പിയിട്ടാൽ നല്ലത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡിൻ്റെ സ്ക്രൂ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട് നാളെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതള്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. ശനിയാഴ്ച തൊട്ട് ഞാൻ വെയിലത്ത് വെച്ച് തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാ ദിവസവും ഞാൻ വെച്ചെടുക്കണത്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തൊട്ട്. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും 7 ദിവസമായിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് അധികം ഉണങ്ങിയിട്ടൊന്നുമില്ല. ഉണങ്ങിയിട്ടില്ല പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കറകറാന്നുള്ള ശബ്ദമുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിയ റോസാപ്പൂവിൻ്റെ ഇതിലുണ്ടല്ലോ അതിൻ്റെ അത്ര ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു എത്ര ദിവസം എടുത്തിട്ടായിരിക്കണം ആ ഒരു പരുവത്തിലേക്ക് വരണത്. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എന്താ പറയുക വല്ലതും ചേർത്തിട്ടുണ്ടാവും. അല്ലാണ്ടിപ്പോൾ അങ്ങനെ വരില്ല. കാരണം എൻ്റെതിൻ്റെ ഇത് 8 ദിവസമായെങ്കിലും നല്ല ഇങ്ങനെ എന്താ പറയുക എടുക്കുമ്പോൾ കലകലാന്നുള്ള ഒച്ച നമ്മൾ ഉണ്ടാവും ഉണങ്ങിയിട്ട്. പക്ഷേ കളറിനോ ഒന്നിനും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ വാങ്ങിയ സംഭവം ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ അതിന് വല്ല എസൻസ് ഇട്ടിട്ടാണോ അതോ ഇനി വേറെ വല്ലതും ചൂടാക്കി ഉണക്കിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിലത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ചിപ്സൊക്കെ വറുത്തിട്ട് എടുക്കില്ലേ കലകലാന്നുള്ള അതുപോലെ ആയിട്ടുണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചു കളറ് മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന്. പക്ഷേ ഇതുവരെ കളറ് മാറിയിട്ടില്ല. ഒരൊറ്റ ഇതിലിട്ടിട്ട് കാപ്പി വയ്ക്കുമ്പോണ്ടല്ലോ ഭയങ്കര കാപ്പിയല്ല കേട്ടോ സോറി ചായ വയ്ക്കുമ്പോൾ ഭയങ്കര കളറാട്ടോ. ഭയങ്കര കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും റോസാപ്പൂവിൻ്റെ ഇതളുടെ കളർ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ റോസാപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതളുകൾ നമ്മൾ കൊഴിയാറാവുമ്പോൾ നമുക്ക് പൊട്ടിക്കാം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ തോന്നില്ല. നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഇതൾ കൊഴിയണമെന്ന് തോന്നില്ലേ? ആ സമയമാകുമ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നിച്ചൊന്ന് ഇങ്ങനെ ഉണക്കിയിട്ടൊന്ന് ചായ വെച്ച് കുടിച്ചോ കേട്ടോ. സൗന്ദര്യത്തിനും എല്ലാത്തിനും നല്ലതാണ്, സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ. റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ സംഭവമാണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ആൻറ്റി മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കണതാണോ എന്ന് ഒരു കുട്ടി ചോദിച്ചു. മറന്നതല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മളത് ഓൺ ചെയ്തിടുകയാണ്. മുകളിൽ ബോൾ സിസ്റ്റമാണ്. അപ്പോൾ അത് തന്നെ വന്ന് നിറയുക ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറക്കണതല്ല. കുറേ കുട്ടികൾ 1-2 കുട്ടികളെ എല്ലാ ദിവസവും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ചെയ്ത് കാണണം. അപ്പോൾ രാത്രിയിലാണോ ആൻറ്റി മോട്ടർ അടിക്കണേ അത് ഓഫ് ചെയ്യാൻ മറക്കണതാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ രാവിലത്തെ തിരി ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും സമയത്ത് ഉച്ച തിരിഞ്ഞാലത്തെ തിരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാനൊക്കെ ഇടുമ്പോൾ കിടണ കാരണം ഞാൻ കെടുത്തിയിട്ട് പിന്നെ കിടക്കണ നേരത്ത് അത് കത്തിക്കുക ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നല്ല വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.